ദിലീപ് ജാമ്യമില്ലാതെ ജയിലിൽ തുടരുമ്പോൾ ചർച്ചയായി മഞ്ജു വാര്യർ വിവാഹമോചനത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച കുറിപ്പ്. കുടുംബജീവിതം തകരാൻ കാരണമായി എന്ന് ആരോപിക്കപ്പെടുന്ന തന്റെ സുഹൃത്തുക്കൾക്ക് എതിരെ പ്രതികാര നടപടി ഉണ്ടാകരുതെന്നാണ് അന്ന് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ദിലീപുമായുള്ള വിവാഹബന്ധം നിയമപരമായി പിരിഞ്ഞ ശേഷമാണ് മഞ്ജു ഈ കുറിപ്പ് എഴുതിയത്. വ്യക്തിജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളിലെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു കുറിപ്പ്. അതിലെ ഏതാനും വാചകങ്ങളാണ് പ്രവചനാത്മകമായി ഇപ്പോൾ വീണ്ടും വായിക്കപ്പെടുന്നത്. തന്റെ സുഹൃത്തുക്കളായ ഏതാനും ചലച്ചിത്ര പ്രവർത്തകരുടെ പേര് ഈ കുറിപ്പിൽ മഞ്ജു എടുത്തു പറയുന്നുണ്ട്. താനും ദിലീപും സംയുക്തമായാണ് കുടുംബബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിൽ മറ്റാരുടെയും പ്രേരണയില്ല. സുഹൃത്തുക്കളായ ഏതാനും പേരാണ് ബന്ധം തകരാൻ കാരണമെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അവർക്കാർക്കും ഇതിൽ പങ്കില്ല. ഇതിന്റെ പേരിൽ അവർ പഴികേൽക്കാനോ ആരുടെയെങ്കിലും പ്രതികാരത്തിന് ഇരയാകാനോ പാടില്ലെന്ന നിർബന്ധമുണ്ടെന്നും മഞ്ജു എഴുതി. ഇതിനുശേഷമാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നതും പിന്നീട് ചേർന്ന പ്രതിഷേധ യോഗത്തിൽ മഞ്ജു ഗൂഢാലോചനയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതും. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. സുഹൃത്തുക്കൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാരത്തിന് ഇരയാക്കപ്പെടുമെന്ന് മഞ്ജു വാര്യർ നേരത്തെ തന്നെ ഭയന്നിരുന്നതായാണ് കത്ത് നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത വിനായകന് ക്രൂരമർദ്ദനമേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തി. കാലിൽ ബൂട്ടിട്ട് ചവിട്ടിയ പാടുകളുമുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. ജൂലൈ 17 മാല പൊട്ടിക്കുന്ന സംഘത്തിലെ അംഗമെന്ന് ആരോപിച്ച് വിനായകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുഹൃത്തായ പെൺകുട്ടിയുമായി സംസാരിച്ചു നിൽക്കവേ വിനായകനെയും സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിനായകന്റെ അച്ഛനെ വിളിച്ചുവരുത്തിയ പോലീസ് മകൻ മോഷ്ടാവും കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്നും പറഞ്ഞതായി ആരോപണമുണ്ട്. മുടി വളർത്തിയതാണ് വിനായകൻ കഞ്ചാവ് വലിക്കുന്നതിന് തെളിവായി പോലീസ് ചൂണ്ടിക്കാട്ടിയത്. പിതാവിനൊപ്പം വീട്ടിലെത്തിയ വിനായകൻ തൊട്ടടുത്ത ദിവസം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കസ്റ്റഡിയിലിരുന്ന വിനായകന് ക്രൂരമർദ്ദനമേറ്റിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. നെഞ്ചിലും തലയിലും കാലിലും മർദ്ദനമേറ്റ പാടുകളുണ്ട്. കാലിൽ ബൂട്ടിട്ട് ചവിട്ടിയ പാടുകളുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. വിനായകനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ഒപ്പം കസ്റ്റഡിയിലായിരുന്ന സുഹൃത്തുക്കൾ ആരോപിച്ചിരുന്നു. ലിംഗത്തിൽ മർദ്ദിച്ചെന്നും സുഹൃത്തുക്കൾ മൊഴി നൽകിയിരുന്നു. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവൻ അടിച്ച് കുഞ്ചിരുത്ത് മുട്ടും കണ്ടടിച്ച് മുഖത്തടിച്ച് കാല് ചവിട്ടി ഈ ലാടം വെച്ച ഷൂട്ട് ചവിട്ടി അരച്ചിട്ടുണ്ടായിരുന്നു. കാല് കൈയും അതുപോലെ തന്നെ ചവിട്ടി അരച്ചിട്ടുണ്ട്. പിന്നെ മുഖത്ത് തല്ലിയിട്ടുണ്ട്. നടുപ്പുറത്ത് നടുപ്പുറത്ത് ഈ പറഞ്ഞ പോലെ കൈമുട്ടുകൊണ്ട് ഇടിച്ച് അത് വീർത്ത് നീര് കെട്ടിയ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ എന്താ പറയാ, നല്ല രീതിയിൽ അവനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല പരിക്കുകൾ ഉണ്ടായിരുന്നു. അവന് നടക്കാനും പ്രയാസം ഉണ്ടായിരുന്ന സമയമായിരുന്നു. വിനായകന്റെ ആത്മഹത്യയെ തുടർന്ന് പല കോണിൽ നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ മരണത്തിന് കാരണക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയുണ്ടായിട്ടില്ല. ന്യൂസ് 18 തൃശൂർ. രാജ്യത്തിന്റെ 14ാമത് രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് JS കെഹാറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഗവർണർമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷിയാകും. ആദ്യമായി BJP വിജയിപ്പിച്ചെടുത്ത സ്ഥാനാർത്ഥി, RSS BJP പശ്ചാത്തലം തുടങ്ങിയ പരിവേഷത്തോടെയാണ് രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി പദവിയിലേക്ക് എത്തുന്നത്. രാവിലെ 10:30 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സമാധിയായ രാജ്ഘട്ടിൽ നിയുക്ത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുഷ്പാർച്ചന നടത്തും. തുടർന്ന് രാഷ്ട്രപതി ഭവനിലേക്ക്. രാഷ്ട്രപതിയുടെ മിലിറ്ററി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതി ഭവനിലേക്ക് ആനയിക്കും. തുടർന്നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഔപചാരിക യാത്ര ആരംഭിക്കുക. കുതിരപ്പട്ടാളത്തിന്റെ അകമ്പടിയോടെ പ്രണബ് മുഖർജിക്കൊപ്പം പാർലമെന്റിലേക്ക് തിരിക്കുന്ന നിയുക്ത രാഷ്ട്രപതിയെ 12 മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതിയും രാജ്യസഭാധ്യക്ഷനുമായ ഹമീദ് അൻസാരി, ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ എന്നിവർ സ്വീകരിച്ച് പാർലമെന്റിലെ സെൻട്രൽ ഹാളിലേക്ക് ആനയിക്കും. തുടർന്ന് സത്യപ്രതിജ്ഞ. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് JS കെഹാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രണബ് മുഖർജി ഇരിപ്പിടം രാംനാഥ് കോവിന്ദിന് ഒഴിഞ്ഞു നൽകും. ഗവർണർമാരെയും MP-മാരെയും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും രാംനാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്യും. ദേശീയഗാനത്തിന് ശേഷം വാഹനവ്യൂഹം തിരിച്ച് രാഷ്ട്രപതി ഭവനിലേക്ക്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പദവി ഒഴിഞ്ഞ ശേഷം 8 വർഷക്കാലം കഴിഞ്ഞിരുന്ന രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയാണ് സ്ഥാനമൊഴിയുന്ന രാഷ്ട്രപതി പ്രണബ് മുഖർജി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 ഡൽഹി. സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് CPM കേന്ദ്ര കമ്മിറ്റി ഇന്ന് ചർച്ച ചെയ്യും. മത്സരിക്കാനില്ലെന്ന നിലപാടായിരിക്കും യെച്ചൂരി കേന്ദ്ര കമ്മിറ്റിയിൽ അറിയിക്കുക. യെച്ചൂരി മത്സരിക്കണമെന്ന നിലപാട് VS അച്യുതാനന്ദൻ ഇന്നത്തെ ചർച്ചയിൽ സ്വീകരിക്കുമെന്നാണ് സൂചന.
രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം വരുന്ന വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെയാണ് യെച്ചൂരി മത്സരിക്കണമോ എന്ന ചോദ്യം CPM കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കുന്നത്. കോൺഗ്രസിന്റെ പിന്തുണയോടെ പാർട്ടി ജനറൽ സെക്രട്ടറി രാജ്യസഭയിലേക്ക് പോകേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന PB ഈ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ യെച്ചൂരി തന്നെയാണ് PB നിലപാട് CCയിൽ അറിയിച്ചത്. കോൺഗ്രസുമായി സഖ്യമോ സഹകരണമോ വേണ്ടെന്ന് വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ചതാണെന്ന് PBയുടെ റിപ്പോർട്ടിലുണ്ട്. ഒരേ സമയം 2 പദവികൾ പാടില്ല, 2-ലധികം തവണ ആരും രാജ്യസഭയിലേക്ക് മത്സരിച്ചിട്ടില്ല എന്നീ കാരണങ്ങളും യെച്ചൂരിക്കെതിരെ PB നിരത്തുന്നു. എന്നാൽ PBയുടെ തീരുമാനം പുനഃപരിശോധിച്ച് യെച്ചൂരിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ബംഗാൾ നേതാക്കൾ ഉന്നയിച്ചു. ഇതേ തുടർന്നാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന ധാരണയിലെത്തിയത്. ചർച്ചയിൽ VS അച്യുതാനന്ദൻ യെച്ചൂരിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് സൂചന. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യെച്ചൂരിയെപ്പോലെ മുതിർന്ന നേതാവ് രാജ്യസഭയിൽ ഉണ്ടാകണമെന്ന നിലപാട് VS കേന്ദ്ര കമ്മിറ്റിയിൽ അറിയിക്കും. കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചയ്ക്ക് ശേഷമേ ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിക്കാനാകൂ എന്ന് VS മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ കമ്മിറ്റി കൂടാൻ പോവുകയാണ്. കമ്മിറ്റി കൂടുമ്പോൾ അവിടെ വരുന്ന അഭിപ്രായങ്ങൾ എന്താണെന്ന് പഠിച്ച് മറ്റു മെമ്പേഴ്സും ലീഡേഴ്സും എല്ലാം എന്താ പറയുന്നതെന്ന് കേട്ടതിന് ശേഷം മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞങ്ങളിപ്പോൾ ചോദിച്ചിരിക്കുന്നത്. വിശദമായ ചർച്ച വേണമെന്ന് വാദിക്കുന്ന ബംഗാൾ നേതാക്കൾ വേണ്ടി വന്നാൽ കേന്ദ്ര കമ്മിറ്റിയിൽ വോട്ടെടുപ്പാകാമെന്ന കടുത്ത നിലപാടിലാണ്. അടുത്ത വർഷം നടക്കുന്ന പാർട്ടി കോൺഗ്രസിനായി കരുക്കൾ നീക്കുന്ന യെച്ചൂരി പക്ഷവും കാരാട്ട് പക്ഷവും രാജ്യസഭാ സീറ്റ് വിഷയത്തെ മുൻനിർത്തി കേന്ദ്ര കമ്മിറ്റിയെ ബലപരീക്ഷണത്തിനുള്ള വേദിയാക്കി മാറ്റും. ജെ സതീഷ് കുമാർ, ന്യൂസ് 18 ഡൽഹി. ഇറാഖിൽ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ 39 ഇന്ത്യക്കാരെ സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടില്ലെന്ന് ഇറാഖ് വിദേശകാര്യമന്ത്രി. ഇവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നതിനെക്കുറിച്ച് കൃത്യമായ തെളിവില്ലെന്നും ഇബ്രാഹിം അൽ ജാഫ്രി വ്യക്തമാക്കി. ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ തുടരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അൽ ജാഫ്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 2014 ജൂണിലാണ് 39 ഇന്ത്യക്കാരെ ഇറാഖിൽ നിന്നും IS ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. ജെറുസലേമിലെ അൽ അഖ്സ പള്ളിയിലെ ആക്രമണത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി വെള്ളിയാഴ്ചയ്ക്കകം പരിഹരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ പ്രതിനിധി. ഇല്ലെങ്കിൽ രൂക്ഷമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് ഇസ്രയേൽ അൽ അഖ്സ മോസ്കിൽ സ്ഥാപിച്ച മെറ്റൽ ഡിറ്റക്ടർ നീക്കി തുടങ്ങി. ഐക്യരാഷ്ട്രസഭയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായ നിക്കോളായ് മ്ലാത്നേവാണ് മുന്നറിയിപ്പ് നൽകിയത്. അൽ അഖ്സ മോസ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് വ്യാപകമായ സംഘർഷമുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് പ്രശ്നം പരിഹരിക്കണമെന്നും ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ജെറുസലേമിൽ മാത്രം ഒതുങ്ങില്ലെന്നും മ്ലാത്നേവ് മുന്നറിയിപ്പ് നൽകി. ഐക്യരാഷ്ട്രസഭയിലെ ബ്രിട്ടീഷ് പ്രതിനിധിയും വിഷയത്തിൽ ഇരുപക്ഷവും തമ്മിൽ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇസ്ലാമിന്റെ പവിത്രതയ്ക്കു നേരെ ആക്രമണം നടത്താൻ അനുവദിക്കില്ലെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യബ് എർദോഗൻ വ്യക്തമാക്കി. മോസ്കിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഇസ്രായേൽ സൈന്യം CCTVയും മെറ്റൽ ഡിറ്റക്ടറും ഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉടലെടുത്തത്. മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രായേൽ മോസ്കിൽ നിന്ന് മെറ്റൽ ഡിറ്റക്ടറുകൾ നീക്കാനുള്ള ശ്രമം ആരംഭിച്ചു. എന്നാൽ CCTVകൾ മാറ്റാത്തിടത്തോളം വിശ്വാസികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടില്ലെന്ന് മോസ്ക് അധികൃതർ അറിയിച്ചു. മേഖലയിൽ കൂടുതൽ നിയന്ത്രണത്തിനായി ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തുന്നതായാണ് പലസ്തീൻ വിഷയത്തെ കാണുന്നത്. ഇതേ തുടർന്ന് പലസ്തീൻകാർ മോസ്കിൽ കയറാതെ തെരുവിലാണ് പ്രാർത്ഥിക്കുന്നത്. തുടർന്നുണ്ടായ ആക്രമണത്തിൽ 5 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റ മേഖലയിൽ അതിക്രമിച്ചു കയറിയ പലസ്തീൻകാരൻ 3 പേരെ കുത്തിക്കൊന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഗൾഫ് മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം തേടി തുർക്കി പ്രസിഡന്റ് ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാൻ ചർച്ചകൾ സംഘടിപ്പിക്കണമെന്ന് തുർക്കി പ്രസിഡന്റ് റസിബ് തയ്യിബ് എർദോഗാൻ ആവശ്യപ്പെട്ടു. ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം സൗദി അടക്കമുള്ള GCC രാജ്യങ്ങൾ അവസാനിപ്പിച്ചതിനെ തുടർന്ന് മേഖലയിൽ ഉടലെടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ കുവൈത്ത് ശ്രമം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രശ്നം പരിഹരിക്കാൻ തുർക്കിയുടെ സജീവ ഇടപെടൽ. പ്രതിസന്ധി പരിഹരിക്കാൻ സൗദി രാജാവുമായും കുവൈത്ത് അമീറുമായും ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ മേഖലയിലെ പ്രതിസന്ധി ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് എർദോഗാൻ ആവശ്യപ്പെട്ടു. തീവ്രവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും സംയുക്തമായി മുന്നേറാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. പ്രതിസന്ധി പരിഹരിക്കാൻ കുവൈത്ത് നടത്തിയ ഇടപെടലിനെയും ഇരു നേതാക്കളും പ്രശംസിച്ചു. പ്രശ്നപരിഹാരത്തിന് ചർച്ചകൾ സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങാമെന്ന് വ്യക്തമാക്കിയ എർദോഗാൻ ചർച്ചകൾക്ക് എല്ലാ രാജ്യങ്ങളും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. ഖത്തർ ന്യൂസ് ഏജൻസിയാണ് കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. നേരത്തെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാത്ത ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാണെന്ന് ഖത്തർ അമീർ വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
പാകിസ്ഥാനിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 28 പേർ മരിച്ചു. ലാഹോറിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം താലിബാൻ ഏറ്റെടുത്തു. പാകിസ്ഥാനിലെ ലാഹോറിൽ ഫിറോസ്പൂർ റോഡിന് സമീപമാണ് കഴിഞ്ഞ ദിവസം സ്ഫോടനമുണ്ടായത്. ബൈക്കിലെത്തിയ ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പോലീസിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകര സംഘടനയായ താലിബാൻ ഏറ്റെടുത്തു. തിരക്കേറിയ പ്രദേശത്തായിരുന്നു സ്ഫോടനമെന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ആക്രമണത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് അപലപിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലാഹോറിൽ താലിബാൻ നടത്തിയ ബോംബാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അഫ്ഗാൻ താലിബാനുമായി ചേർന്നാണ് പാകിസ്ഥാനിലെ താലിബാൻ സംഘടനയുടെ പ്രവർത്തനം. ഇതാണ് പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ ഇടപെടലുണ്ടായെന്ന ആരോപണത്തിൽ തന്റെ പങ്ക് നിഷേധിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊന്നും റഷ്യൻ അധികൃതരുമായി താൻ സംസാരിച്ചിട്ടില്ലെന്ന് ജെയഡ് കുഷ്ണർ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ വർഷം റഷ്യൻ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണമാണ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനായ ജെറഡ് കുഷ്ണറിനെതിരെ പ്രധാനമായും ഉയർന്നത്. ഇതിനു പിന്നാലെ ആരോപണങ്ങൾ നിഷേധിച്ച് ജെറഡ് കുഷ്ണർ രംഗത്തെത്തി. വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സെനറ്റ് കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരായ ശേഷമായിരുന്നു കുഷ്ണറുടെ പ്രതികരണം. കഴിഞ്ഞ വർഷം നടത്തിയ കൂടിക്കാഴ്ചയിൽ റഷ്യൻ അധികൃതരുമായി തെരഞ്ഞെടുപ്പ് വിഷയം താൻ ചർച്ച ചെയ്തിട്ടില്ലെന്ന് കുഷ്ണർ വ്യക്തമാക്കി. താൻ അടങ്ങിയ ട്രംപിനു വേണ്ടിയുള്ള പ്രചാരണ വിഭാഗത്തിൽ നിന്ന് ആരും തെറ്റായ നടപടി സ്വീകരിച്ചിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം ട്രംപിന് അനുകൂലമാക്കാൻ റഷ്യയുടെ ഇടപെടലുണ്ടായെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ട്രംപിന്റെ മുഖ്യ ഉപദേഷ്ടാവ് കൂടിയായ കുഷ്ണർ കൂട്ടിച്ചേർത്തു. ഇത് സംബന്ധിച്ച തെളിവുകൾ സെനറ്റ് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. With the investigating bodies, and I've done so today. The record and documents I have voluntarily provided will show that all of my actions were proper and occurred in the normal course of events of a very unique campaign. തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ ഇടപെടലുണ്ടായെന്ന ആരോപണത്തിൽ അന്വേഷണം നടക്കുന്നതിനെ ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. അന്വേഷണത്തിലൂടെ തന്നെ രാഷ്ട്രീയപരമായി വേട്ടയാടുകയാണ് ലക്ഷ്യമെന്നായിരുന്നു ട്രംപിന്റെ വിമർശനം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സ്പോർട്സ്. ICC ലോക വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി ഇന്ത്യൻ ക്യാപ്റ്റൻ മിതാലി രാജിനെ തെരഞ്ഞെടുത്തു. ഇന്ത്യയെ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിലെത്തിച്ചതിന് പിന്നാലെയാണ് മിതാലിയുടെ നേട്ടം. ലോകകപ്പിൽ 409 റൺസാണ് മിതാലി നേടിയത്. ഇന്ത്യൻ താരങ്ങളായ ഹർമൻപ്രീത് കൗർ, ദീപ്തി ശർമ്മ എന്നിവരും ടീമിൽ ഇടം നേടി. ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിന് നാളെ തുടക്കമാകും. 3 ടെസ്റ്റുകൾ അടങ്ങുന്ന പരമ്പരയാണ് നാളെ ഗാലിയിൽ തുടങ്ങുന്നത്. ഇന്ത്യൻ നിരയിൽ ലോകേഷ് രാഹുൽ ആദ്യ മത്സരം കളിക്കില്ല. 3 ടെസ്റ്റും 5 ഏകദിനങ്ങളും 1 2020യുമാകും ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കുക. ഇന്ത്യൻ നിര ആത്മവിശ്വാസത്തിലാണ്. വിൻഡീസിനെതിരായ ഏകദിന പരമ്പര 3-1 ജയിച്ചാണ് ഇന്ത്യ എത്തുന്നത്. ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയാണ് ടെസ്റ്റ് ടീമിലെ പുതുമുഖം. രോഹിത് ശർമ്മയും ശിഖർ ധവാനും ടീമിൽ തിരിച്ചെത്തും. വൈറൽ പനി ബാധിച്ച ലോകേഷ് രാഹുൽ ആദ്യ മത്സരത്തിൽ കളിക്കില്ല. ഇന്ത്യക്കായി ശിഖർ ധവാനും അഭിനവ് മുകുന്ദും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കും. രവി ശാസ്ത്രി കോച്ച് സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ പരമ്പരയാണ് ഇത്. മറുവശത്ത് ശ്രീലങ്കൻ നിരയ്ക്ക് പഴയ പ്രതാപമില്ല. ടെസ്റ്റ് റാങ്കിങ്ങിൽ അവർ 7ാം സ്ഥാനത്താണ്. സിംബാബ്വെയോട് ഏകദിന പരമ്പര 2-3 അടിയറവ് വച്ചാണ് ദീപുകാർ ഇന്ത്യക്കെതിരെ കളിക്കാനിറങ്ങുന്നത്. ന്യൂമോണിയ ബാധിച്ച ദിനേശ് ചന്ദിമലിന് പകരം രംഗന ഹരാത്ത ആയിരിക്കും ശ്രീലങ്കയെ നയിക്കുക. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18.